ഹലോ, ഇന്ന് ഞങ്ങൾ വൈകിട്ട് അമ്പലത്തിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചക്കുളത്തുകാവ് ടെമ്പിളിലാണ് പോയത്. ബാംഗ്ലൂരുള്ളതാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ തെങ്ങുകളുണ്ട്. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് സ്കൈ കാണാൻ അടിപൊളി ലുക്കായിരുന്നു. മഴ പെയ്യുമോയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ അത്യാവശ്യം ഇരുണ്ട് മൂടി കിടക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇത് ബെസ്റ്റ് പാർട്ടാണ് ഞങ്ങളുടെ. കാരണം ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാനുണ്ട്. ഇവിടെ ഒരുപാട് മയിലുകളുണ്ട്. ഇവിടെ മുഴുവനും തെങ്ങിൻ തോപ്പാണ്. പിന്നെ കവുങ്ങിൻ്റെ തോപ്പുണ്ട്. പിന്നെ നമ്മുടെ കോണിൻ്റെ കൃഷി നടത്തുന്നുണ്ട്. ചോളം ഒരുപാട് ഇവിടെ ഉണ്ട്. അതിപ്പം ദണ്ട ഇവിടെ നിൽപ്പുണ്ട്. അതെല്ലാം ചെറുതായിട്ട് വളർന്ന് വരുന്നതേ ഉള്ളൂ. ഈയിടെ തുടങ്ങിയതേ ഉള്ളെന്ന് തോന്നുന്നു. ആദ്യത്തെ അവർ വിളവെല്ലാം എടുത്തായിരുന്നു. ഇവിടം കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഉള്ളേരിയയാണ്, അധികം ഡെവലപ്ഡ് ആയിട്ടില്ല. ആക്ച്വലി ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇതിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളടയായിരുന്നു ഇത്. ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ 2 വർഷം കൊണ്ട് ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. ഇതാണ് ആ ഇൻ്റർനാഷണൽ സ്കൂള്. പിന്നെ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇതൊരു ചോളപ്പാടമാണ്. ഇവിടെ ഒരുപാട് മയിലുകൾ വരും, ഒരുപാട്. പക്ഷേ ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ആരും ഇല്ലാത്തത്. രാവിലെ സമയത്ത് വരുവാണെങ്കിൽ ഇഷ്ടം പോലെ മയിലിനെ കാണാൻ സാധിക്കും. അതിങ്ങനെ കരയുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകാനും അതുപോലെ തന്നെ നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമാണ്. കാരണം വെച്ചാൽ ഒട്ടും ഒച്ച അനക്കവും ബഹളമൊന്നും ഇല്ലാതെ നമ്മൾ ടൗണിൽ നിന്ന് ശരിക്കും ഒരു ഗ്രാമത്തിലോട്ട് കയറിയതുപോലെ ഫീൽ ചെയ്യും. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടുത്തേത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ. ഞങ്ങളങ്ങനെ അമ്പലത്തിലേക്ക് എത്തി. ഇതാണ് ഫ്രണ്ട് അമ്പലത്തിൻ്റെ. ചക്കുളത്തുകാവ് അമ്പലം നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഇവിടെയും മലയാളികളാണ് കൂടുതലും ഉള്ളത്. അപ്പം ഞങ്ങൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അമ്പലത്തിനകമൊക്കെ ഞാൻ കാണിക്കാവേ. ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു വാഗമരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാകത്തില്ല. നൈറ്റ് ആകുമ്പോൾ ഇച്ചിരി കൂടി നന്നായിരിക്കും. ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അകമാണ്. ശരിക്കും അടിപൊളി ഫീലാണ് അവിടെ ചെല്ലുമ്പം. ശരിക്കും നമ്മുടെ നാട്ടിലെ അമ്പലം പോലെ തന്നെ ഇരിക്കുവേ. അപ്പം ഞാനുണ്ട് അതിൻ്റെ ഫ്രണ്ട് വശം കൂടി ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. നമുക്ക് നൈറ്റ് ആകുമ്പോൾ ഉള്ള വ്യൂ ആയത് കേട്ടോ, ആ വാഗമരത്തിൻ്റെ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ഇരുട്ടായി. ഒരു 8 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണുന്നിടം വരെ ബൈ ബൈ.